ഇതിലും ഹെൽത്തി ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല രുചിയുമുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ബാർലി എടുത്തിട്ടുണ്ട്. ബാർലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആരോഗ്യത്തിന് നല്ലതാണ് ഈ ബാർലി. അതോടൊപ്പം തന്നെ 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ബാർലിയും ചെറുപയറിൻ്റെ പരിപ്പും സമം എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 സ്പൂണോളം ഉലുവ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഉലുവയും ബാർലിയും ചെറുപയറിൻ്റെ പരിപ്പും ഇത് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കൈകൊണ്ട് തിരുമ്മി കഴുകണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 6 മണിക്കൂർ ഇത് കുതിർക്കാനായിട്ട് വെക്കണം. ഞാനിപ്പം 6 മണിക്കൂർ കുതിർത്ത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ ഫൈനായിട്ട് വേണം അരയ്ക്കാനായിട്ട്. അരച്ച മാവ് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളം കൂടി പോകരുത്. നമ്മൾ സാധാരണ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ മാവ് അരയ്ക്കുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇനി മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി ഒരു 6 തൊട്ട് 7 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഒരു 6 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. 6 മണിക്കൂറൊക്കെ കഴിയുമ്പം ഇത് നന്നായിട്ട് ഇതുപോലെ നമ്മൾ ദോശയുടെയും ഇഡ്ലിയുടെയൊക്കെ മാവ് പൊങ്ങി വരുമല്ലോ, അതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളിതിലേക്ക് ഉഴുന്നോ സോഡാപ്പൊടിയോ ഈസ്റ്റോ അങ്ങനത്തതൊന്നും ചേർത്തിട്ടില്ല. വെറും ബാർലിയും ചെറുപയറിൻ്റെ പരിപ്പും പിന്നെ ഉലുവയും മാത്രമേ അരച്ചിട്ടുള്ളൂ. ഇതുകൊണ്ട് മാവ് എന്ത് നന്നായിട്ട് അരയ്ക്കുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഉഴുന്നൊക്കെ കൂട്ടി അരയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ഉണ്ടായിരിക്കും മാവ്. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇച്ചിരി ബട്ടറോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ദോശ, ഇപ്പം നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ച് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് മൂടി വെച്ച് 2-3 സെക്കൻഡ് കഴിയുമ്പോൾ എടുത്താൽ നല്ല അടിപൊളി ദോശ. അതല്ല ഇപ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പരത്തി ദോശ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് ബട്ടറോ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഈ ദോശ മറിച്ചിട്ട് 2 സൈഡും നന്നായിട്ട് മുരിയിച്ച് ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മാവ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പം ദോശ മാത്രമാണ് തയ്യാറാക്കിയത്. എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് രാവിലെയോ വൈകുന്നേരമോ കഴിക്കണമെന്ന് തോന്നുമ്പം ഇതുപോലെ ബാർലിയുടെ ദോശ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.